ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരൊറ്റ കാര്യം എന്ന തെരഞ്ഞെടുപ്പ് പരിശീലന പരിപാടിയുടെ 9ാം അധ്യായം ചർച്ച ചെയ്യുന്നത് ടെൻഡേർഡ് വോട്ടിനെ കുറിച്ചാണ്. ഏത് സന്ദർഭത്തിലാണ് ടെൻഡേർഡ് വോട്ട് ചെയ്യേണ്ടി വരുന്നത്, എങ്ങനെയാണ് ടെൻഡേർഡ് വോട്ട് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് നോക്കാം. ടെൻഡേർഡ് വോട്ട് എന്നത് അസാധാരണമായ ഒരു വോട്ടിംഗ് രീതിയാണ്. ഒരു വോട്ടർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ സാധാരണഗതിയിൽ 1ാം പോളിംഗ് ഓഫീസർ അയാളെ തിരിച്ചറിഞ്ഞ് പേരും സീരിയൽ നമ്പറും വായിച്ച് 2ാം പോളിംഗ് ഓഫീസർ 17A രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ഒപ്പുവാങ്ങി കയ്യിൽ മഷി പുരട്ടി വോട്ടർ സ്ലിപ്പ് നൽകുകയും 3ാം പോളിംഗ് ഓഫീസർ ഈ വോട്ടർ സ്ലിപ്പ് വാങ്ങി കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് വോട്ടറോട് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പോയി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതുമാണ് സാധാരണയായി ഒരു വോട്ട് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ. എന്നാൽ ഈ സന്ദർഭത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലല്ല ടെൻഡേർഡ് ബാലറ്റ് ചെയ്യുന്ന ആൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ വരുന്ന വോട്ടറുടെ വോട്ട് ആരോ ഒരാൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന അവസരത്തിലാണ് ടെൻഡേർഡ് വോട്ട് എന്ന സമസ്യയിലേക്ക് നമ്മൾ കടക്കുന്നത്. ടെൻഡേർഡ് വോട്ടിന്റെ പ്രക്രിയ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വോട്ടറെ തിരിച്ചറിയുക എന്നതാണ് ചെയ്യേണ്ടത്. 1ാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ തിരിച്ചറിയൽ രേഖകൾ എല്ലാം പരിശോധിച്ച് യഥാർത്ഥ വോട്ടർ ആണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള സാധാരണഗതിയിൽ ചെയ്യുന്ന പ്രക്രിയ തന്നെയാണ് ഇവിടെയുള്ളത്. ഈ അവസരത്തിൽ നേരത്തെ തന്നെ അതേ സീരിയൽ നമ്പറിലുള്ള ഏതോ ഒരാൾ വോട്ട് രേഖപ്പെടുത്തി പോയി എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ടെൻഡേർഡ് വോട്ടിന്റെ പ്രക്രിയയിലേക്ക് നീങ്ങുന്നു. യഥാർത്ഥ വോട്ടർ ആണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വോട്ടറുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നു. തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഫോം 17B ലിസ്റ്റ് ഓഫ് ടെൻഡേർഡ് വോട്ട്സ് എന്ന ഫോറത്തിൽ ആവശ്യമായ എൻട്രികൾ വരുത്തി വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ വാങ്ങിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഫോം 17B ലിസ്റ്റ് ഓഫ് ടെൻഡേർഡ് വോട്ട്സ് പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന്റെ ആദ്യ ഭാഗത്ത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷൻ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. 2ാം ഭാഗത്തിൽ 5 കോളങ്ങളാണുള്ളത്. ആ കോളങ്ങളിൽ 1ാം കോളം ക്രമ നമ്പറും, 2ാം കോളം വോട്ടറുടെ പേരും, 3ാം കോളം ഇലക്ടർ റോളിലെ വോട്ടറുടെ നമ്പറും, 4ാം കോളത്തിൽ നേരത്തെ ഇതേ നമ്പറിൽ വോട്ട് രേഖപ്പെടുത്തിയ ആൾ വോട്ട് ചെയ്യുമ്പോൾ 17A രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ സീരിയൽ നമ്പറും, 5ാം കോളത്തിൽ ഒപ്പോ വിരലടയാളമോ ആണ്. ഇത് ഓരോന്നും രേഖപ്പെടുത്തി സൂക്ഷിച്ച് അടുത്ത ഘട്ടത്തിലേക്ക്, വോട്ട് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പ്രിസൈഡിംഗ് ഓഫീസർ നീങ്ങുന്നു. 17B ഫോറം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകളിൽ ഒരെണ്ണം എടുത്ത് അതിന്റെ പുറകുവശത്ത് ഒപ്പുവെക്കുന്നു. 2 ഒപ്പുകളാണ് ഒരു ബാലറ്റ് പേപ്പറിൽ വേണ്ടത്. അതിന്റെ കൗണ്ടർ ഫോയിലും ബാലറ്റ് പേപ്പറും ചേർന്ന് ഒരൊപ്പും, ബാലറ്റ് പേപ്പറിൽ മാത്രമായി പുറകുവശത്ത് ഒരൊപ്പും. പുറകുവശത്ത് ഇടുന്ന ഉപ്പുകളുടെ മഷി മുൻവശത്തേക്ക് വരാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. വോട്ടർക്ക് പ്രിസൈഡിംഗ് ഓഫീസർ കൗണ്ടർ ഓഫ് ഫോയിലിൽ നിന്ന് വേർപെടുത്തിയ ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ, ചെറിയ ഒരു കവർ, ആരോ ക്രോസ് മാർക്ക്, സീൽ എന്നിവ നൽകി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പോയി വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു വരുവാൻ ആവശ്യപ്പെടുന്നു. വോട്ടർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ചെന്ന് തനി ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തി ആ ബാലറ്റ് പേപ്പർ മടക്കി ചെറിയ കവറിനകത്താക്കി പുറത്തു വന്ന് പ്രിസൈഡിംഗ് ഓഫീസറെ ഏൽപ്പിക്കുന്നു. പോളിംഗ് ഏജന്റുമാരുടെയും
മറ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും വോട്ടറുടെയും സാന്നിധ്യത്തിൽ ബാലറ്റിൽ ആർക്ക് വോട്ട് ചെയ്തു എന്ന് പരിശോധിക്കാതെ കവർ പശ തേച്ച് ഒട്ടിച്ച് പ്രിസൈഡിംഗ് ഓഫീസർ സൂക്ഷിക്കുന്നു. പോളിംഗ് സമയം അവസാനിച്ചാൽ പ്രിസൈഡിംഗ് ഓഫീസർ 17B ലിസ്റ്റ് ഓഫ് ടെൻഡേർഡ് വോട്ട്സ് എന്ന് രേഖപ്പെടുത്തിയ ഫോറവും അതിനോടൊപ്പം ലഭിച്ച എല്ലാ ടെൻഡേർഡ് വോട്ടുകളുടെ ചെറിയ കവറുകളും 3/4 എന്ന് രേഖപ്പെടുത്തിയ കവറിനകത്താക്കി ഒട്ടിച്ച് സീൽ ചെയ്ത് 3/1 എന്ന് രേഖപ്പെടുത്തിയ വലിയ സ്റ്റാറ്റ്യൂട്ടറി കവറിലേക്ക് വയ്ക്കുന്നു. തുടർന്ന് അത് കളക്ഷൻ സെന്ററിൽ തിരികെ ഏൽപ്പിക്കുകയും ചെയ്യണം. ഒരു കാര്യം ഒരൊറ്റ കാര്യം എന്ന ഉദ്യോഗസ്ഥ പരിശീലന പരിപാടിയുടെ 9ാം അധ്യായം ടെൻഡേർഡ് വോട്ടുകളെ കുറിച്ചായിരുന്നു. ഒരു ടെൻഡേർഡ് വോട്ട് പോളിംഗ് ബൂത്തിൽ രേഖപ്പെടുത്തുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് സംബന്ധിച്ച് നാം ചർച്ച ചെയ്തു, മനസ്സിലാക്കിയിരിക്കുമെന്ന് കരുതുന്നു. ഈ അധ്യായത്തിന്റെ ക്രോഡീകരണവും ഡിസൈനും നിർവഹിച്ചത് മധു പി, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LAKBIC പാലക്കാട്. മൊബൈൽ 94 470 42 602 94470 42602. പാലക്കാട് ജില്ലാ തിരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിനു വേണ്ടി ഈ വീഡിയോ ശ്രവിച്ച ഓരോരുത്തർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.